നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞെന്ന് റിപ്പോർട്ട്. ഭീകരർ നിലവിൽ ത്രാൽ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിലെത്തിയെന്നാണ് സൂചന. ഭീകരർക്കായി ത്രാൽ, അനന്തനാഗ്, കൊക്കർനാഗ് ഭാഗങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത്. കരസേനയുടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും തെരച്ചിലിനുണ്ട്. അനന്തനാഗ് പോലീസും ഒപ്പമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾക്കും അത് കടന്നുപോകുന്ന ടണലുകൾക്കുമാണ് CRPF സുരക്ഷ കൂട്ടിയത്. ഇതിനിടെ ജമ്മു കാശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും ഇന്നലെ ചേരും. അതേസമയം ഇന്നലെ രാത്രി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവെച്ചു. കുപ്വാര, പുഞ്ച് മേഖലയിലായിരുന്നു പ്രകോപനം. ഇതിനെതിരെ തിരിച്ചടിച്ചെന്ന് സൈന്യവും വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഇന്ത്യയുടെ നീക്കം. MP-മാരുടെ സംഘത്തെ UAE, സൗദി തുടങ്ങിയ അറബ് രാജ്യങ്ങളിലേക്ക് അയച്ചേക്കും. ശശി തരൂർ, അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയ MP-മാരുൾപ്പെടുന്ന സംഘത്തെയാണ് പരിഗണിക്കുന്നത്. പാകിസ്ഥാന്റെ തീവ്രവാദ നിലപാട് തുറന്നുകാട്ടും. നയതന്ത്ര തലത്തിലെ തുടർ നീക്കങ്ങളുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളോട് ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനും പാക് പങ്ക് തുറന്നു കാണിക്കാനും ആലോചനകൾ നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ BBC നിലപാടിൽ അതൃപ്തിയുമായി കേന്ദ്രം. ഭീകരരെ ആയുധധാരികളെന്ന് വിശേഷിപ്പിച്ച് വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതിൽ BBC ഇന്ത്യ മേധാവിയെ കേന്ദ്രം കടുത്ത അതൃപ്തി അറിയിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഭീകരരെ ആയുധധാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ വലിയ വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രം BBCയെ അതൃപ്തി അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ബോംബ് വെക്കുമെന്ന് ഭീഷണി സന്ദേശം. ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത്. ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യമന്ത്രി കടുത്ത നടപടിയെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് ബോംബ് വയ്ക്കുമെന്നാണ് ഇമെയിൽ സന്ദേശം. തിരുവനന്തപുരത്തെ ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. രാജ്ഭവനിലും ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ വിലക്കിയ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റക്കെടുത്തതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ. അപ്രതീക്ഷിതമായാണ് യോഗത്തിൽ മുഖ്യമന്ത്രി വിലക്ക് അറിയിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ യോഗത്തിൽ ആരും എതിർത്തില്ലെന്നും എന്നാൽ വിവാദമായപ്പോൾ മുഖ്യമന്ത്രിയെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിന്തുണച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ PK ശ്രീമതി പ്രവർത്തിക്കേണ്ടത് ദില്ലിയിലാണെന്നായിരുന്നു MV ഗോവിന്ദൻ വിശദീകരിച്ചത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്നിവരെയും മോഡൽ K സൗമ്യയെയും എക്സൈസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 10 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. ഈ കേസിൽ നേരത്തെ പിടിക്കപ്പെട്ട തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് എക്സൈസ് മൂവരെയും വിളിപ്പിച്ചത്. എന്നാൽ ഇവർക്ക് ഈ കേസുമായി ബന്ധമില്ലെന്നാണ് എക്സൈസ് നിഗമനം. ആലപ്പുഴയിലെ വിവാദ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എക്സൈസിന് മുന്നിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മോഡൽ സൗമ്യ. തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാട് റിയൽ മീറ്റ് കമ്മീഷൻ എന്നാണ് മോഡൽ മൊഴി നൽകിയതെന്നും ലൈംഗിക ഇടപാടിന് ഇവർ ഉപയോഗിക്കുന്ന റിയൽ മീറ്റ് എന്ന വാക്കാണെന്നും സൗമ്യ ചോദ്യം ചെയ്തതിൽ സമ്മതിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തസ്ലീമയെ 5 വർഷമായി അറിയാമെന്ന് മോഡലായ സൗമ്യ വിശദീകരിച്ചു. എന്നാൽ റിയൽ മീറ്റ് എന്നത് എന്താണെന്ന് അറിയില്ലെന്നും അങ്ങനെ ഒരു പദം കേട്ടിട്ടില്ലെന്നുമായിരുന്നു സൗമ്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. നടൻ ഷൈൻ ടോം ചാക്കോയെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനമായി. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ലഹരിയിൽ നിന്ന് തനിക്ക് മോചനം വേണമെന്നും നടൻ തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനമായത്. അതേസമയം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കി അഡിക്ഷൻ സെൻ്ററിലെ ചികിത്സാ രേഖയാണ് ഹാജരാക്കിയത്. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛനും അമ്മയും എത്തിയാണ് രേഖകൾ കൈമാറി. നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സ ആണെന്നാണ് ഷൈൻ അറിയിച്ചിരുന്നത്. കഞ്ചാവ് കേസിൽ റാപ്പർ വേടന് ജാമ്യം. ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവ് കുറവായതിനാലാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത്. വേടനൊപ്പം കേസിൽ അറസ്റ്റ് ചെയ്ത മ്യൂസിക് ബാൻഡിലെ അംഗങ്ങളായ 8 പേരെയും ജാമ്യത്തിൽ വിട്ടു. കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പൻ വേടൻ്റെ കയ്യിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി. പരിശോധനയിൽ പ്രത്യേകതരം കത്തി, മഴു തുടങ്ങിയ ആയുധങ്ങളാണ് പിടിച്ചെടുത്തത്. ഈ സംഭവത്തിലാണ് ആയുധ നിയമപ്രകാരം കേസെടുക്കുന്ന കാര്യം പോലീസ് പരിഗണിക്കുന്നത്. അതേസമയം ആയുധങ്ങളല്ലെന്നും വിവിധ കലാപരിപാടികൾ ലഭിച്ച സമ്മാനങ്ങളാണെന്നുമാണ് വേടൻ പോലീസിനോട് പറഞ്ഞത്.
കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടന്റെ ആദ്യ പ്രതികരണം പുറത്ത്. പോലീസിനെ വേട്ടയാടലാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് വേടന്റെ മറുപടി. തന്നെ ആരും കുടുക്കിയതല്ലെന്നും കേസിൽ യാതൊരു ഗൂഢാലോചനയുമില്ലെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വൈദ്യപരിശോധന പൂർത്തിയാക്കി വേടനെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടനെതിരെ പുലിപ്പല്ല് മാലയുടെ പേരിൽ വനം വകുപ്പ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ കൊടനാട്ടെ വനം വകുപ്പ് ഓഫീസിലേക്കാണ് കൊണ്ടുപോയ വേടനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. എന്നാൽ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പുലിപ്പല്ലാണിതെന്നാണ് വേടൻ ചോദ്യം ചെയ്യൽ വ്യക്തമാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കുറ്റം തെളിഞ്ഞാൽ 3 മുതൽ 7 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്നതാണ് കുറ്റം. വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ 73 അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ വഴുതക്കാട് ഉദര ശിരോമണി റോഡിലെ വസതിയിലെയായ പിറവിയിലായിരുന്നു അന്ത്യം. ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയായിരുന്നു ഷാജി എൻ കരുൺ. 40ഓളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി പിറവി, സോപാനവും, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിസ്രാങ്കി, AKG എന്നീ ഒരുപിടി കലാമൂല്യങ്ങളുള്ള ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു. മികച്ച ഛായാഗ്രഹകനുള്ള സംസ്ഥാന, ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മലയാള ചിത്രമാണ് പിറവി. സ്വം എന്ന ചിത്രം കാൻ മേളയുടെ പ്രധാന മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആദ്യ മലയാള ചലച്ചിത്രമാണ്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM അബ്രഹാം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. പബ്ലിക് സർവന്റ് എന്ന സംരക്ഷണം നൽകാതെയാണ് തനിക്കെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തതെന്നും CBI അന്വേഷണത്തിനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ തീരുമാനമെടുക്കും വരെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നത് വരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. യാത്രക്കാർക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിക്കുന്നതിലാണ് ജില്ലാ കളക്ടറുടെ കടുത്ത നടപടി. കേരള കർണാടക അതിർത്തിയിലെ ബന്ദിപ്പൂർ യാത്രാ നിരോധനത്തിൽ നിലപാട് വ്യക്തമാക്കി കർണാടക സ്പീക്കർ UT ഖാദർ. ബന്ദിപ്പൂർ മേഖലയിലൂടെയുള്ള രാത്രി യാത്രാ നിരോധനം ഉടൻ നീക്കാനാവില്ലെന്ന് കർണാടക സ്പീക്കർ UT ഖാദർ വ്യക്തമാക്കി. PK ശ്രീമതി ടീച്ചർക്ക് പാർട്ടിയിൽ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ലെന്നും ടീച്ചർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത്തരമൊരു കാര്യം നടന്നിട്ടില്ലെന്നും CPM നേതാവ് KK ശൈലജ പറഞ്ഞു. പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും ആർക്കും വിരമിക്കലില്ലെന്നും സജീവമായി പ്രവർത്തിക്കുന്ന നേതാവാണ് PK ശ്രീമതിയെന്നും KK ശൈലജ പറഞ്ഞു. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കോളറ പകരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരത്ത് മരണമടഞ്ഞ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.